നാളെ പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന മരം ഒരു വരം എന്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോക്ടർ നിസാബ്, കാറ്ററിംഗ് കമ്പനിയുടെ കൺസൾട്ടൻ്റാണ്, ബിസിനസ് കൺസൾട്ടൻ്റ്. എൻ്റെ കൂടെയുള്ളത് പ്രിയ, അഡ്മിനിസ്ട്രേറ്റർ, AGM രതീഷ്. എൻ്റെ പേര് ഡോക്ടർ നിസാബ്, ബിസിനസ് കൺസൾട്ടൻ്റ്. MISAB നിസാബ്. PT. അതെ. AGM രതീഷ്. TR. CFO ജോസ് തോമസ്. HR അഖില ദാമോദരൻ. അഡ്മിനിസ്ട്രേറ്റർ പ്രിയ TS. പദ്ധതിയുടെ വിവരങ്ങൾ നമ്മുടെ HR പ്രസന്റ് ചെയ്യും. എല്ലാവർക്കും എന്റെ നമസ്കാരം. മരം ഒരു വരം പദ്ധതി കൊണ്ട് കാറ്ററിംഗ് ഉദ്ദേശിക്കുന്നത് പരിസ്ഥിതി ദിനത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ പരിസ്ഥിതി സംരക്ഷണ സന്ദേശം നൽകുന്നതിനായി 40 പ്ലാവിൻ തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനായി വിവിധ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച 9 മണിക്ക് തേക്കിൻകാട് മൈതാനിയിൽ കാറ്ററിംഗ് ടീം 40 പ്ലാവിൻ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ലോകമെമ്പാടും ആശങ്കയാവുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നു. പ്ലാവ് മരങ്ങൾ സംരക്ഷിക്കുകയും ഭക്ഷ്യസുരക്ഷയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ളവയാണ്. തണൽ നൽകുന്നതിനൊപ്പം പക്ഷികൾക്കും ചെറുജീവികൾക്കും ആവാസ വ്യവസ്ഥ ഒരുക്കുവാനും മണ്ണിന്റെ ഈർപ്പം നിലനിർത്തുവാനും സഹായിക്കുന്നത് കൊണ്ടാണ് പ്ലാവ് മരങ്ങൾ ഞങ്ങൾ ഈ പദ്ധതിക്കായി തിരഞ്ഞെടുത്തത്. മരം നട്ടുപിടിപ്പിക്കൽ മാത്രമല്ല, തൈകളുടെ തുടർ പരിപാലനവും സംരക്ഷണവും ഉറപ്പാക്കുന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുക. നട്ട തൈകൾ വളർന്ന് പൂർണ്ണവൃക്ഷങ്ങളാകുന്നതുവരെ ആവശ്യമായ പരിചരണവും നിരീക്ഷണവും നൽകുവാനാണ് സംഘാടകരുടെ തീരുമാനം. 5 വർഷമായി കാറ്ററിംഗ് തുടർന്നു പോരുന്ന മരം ഒരു വരം പദ്ധതിയിൽ 120 മരങ്ങളാണ് ഇതുവരെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അതിൽ 30 എണ്ണം വളർച്ചയുടെ പാതയിലുമാണ്. ഈ പദ്ധതി നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും മറ്റു ക്യാമ്പസുകളിലും എല്ലാം നടപ്പിലാക്കി വരുന്നുണ്ട്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നാളെ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രതിനിധികൾ, പരിസ്ഥിതി പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും. സമൂഹത്തിൽ ഹരിതബോധം വളർത്തുന്നതിനും കൂടുതൽ ആളുകളെ വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കൽ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനുമുള്ള സന്ദേശം കൂടിയാണ് ഈ പരിപാടിയിലൂടെ കാറ്ററിംഗ് മുന്നോട്ട് വയ്ക്കുന്നത്. താങ്ക് യു. അതെ, അല്ല സാർ, ഇപ്പോ വെള്ളത്തിന്റെ പ്രശ്നം ഇപ്പൊ ഈ ജൂൺ മാസത്തിൽ കാര്യമായിട്ട് വരാറില്ല. നമ്മൾ ഓൾറെഡി ഒരു ആളെ വെക്കും ഇതിന്റെ ഷട്ടറിങ്ങിന് വേണ്ടിയിട്ട്. അതായത് ചുറ്റും ഗ്രില്ല് വെച്ചിട്ട് അതിനെ സേഫ് ആക്കി നിർത്തും. അത് മരം വലുതായി കുറച്ച് കഴിഞ്ഞാൽ അത് മാറ്റും. അതായത് മരം പിടിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് ഒരു പണിക്കാരനെ നമ്മൾ സ്ഥിരം വാട്ടറിങ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, മഴ ഇല്ലാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം പല പരിപാടികളും പാളിപ്പോയിരിക്കുന്നത് കൃത്യമായ വെള്ളത്തിന്റെ ഡെഫിഷ്യൻസിയാണ് ഏറ്റവും പ്രധാനം. വെള്ളത്തിന്റെ ഡെഫിഷ്യൻ നമ്മൾ വെച്ച മരങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വെച്ചതൊക്കെ ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്കിപ്പോ നിലവിൽ ആനക്കോട്ട ഭാഗത്തുനിന്ന് നമ്മൾ വെള്ളം കളക്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഇപ്പൊ നമ്മൾ വെള്ളം എനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് അവിടെ ഒരു പൈപ്പ് ലൈൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഹൈക്കോടതി ഉത്തരവുണ്ടല്ലോ, അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം പാടില്ല. അപ്പൊ അതുകൊണ്ട് പൈപ്പ് ലൈൻ പ്രൊജക്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയാനുള്ളത് മാനുവലി നമുക്ക് അതിലേക്ക് വേണ്ട ആളെ സപ്ലൈ നമ്മൾ അങ്ങനെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചെയ്തിട്ട് അവിടെ നിന്ന് ആനക്കോട്ട ഭാഗത്ത് നമ്മൾ വെള്ളം കളക്ട് ചെയ്ത് ബക്കറ്റിൽ കളക്ട് ചെയ്ത് അത് നമ്മൾ ചെയ്യലാണ്. ഇപ്പൊ മാഡം പറഞ്ഞ പോലെ തന്നെ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു ഗ്രിൽ ഫെൻസിങ് കൂടി കൊടുത്തിട്ടാണ് നമ്മൾ നിർത്തുന്നത്. അതിനെ പൂർണ്ണ വളർച്ച എത്തുന്നത് വരെ. അതിനുശേഷം ഗ്രിൽ ഫെൻസിങ് ഞങ്ങൾ തന്നെ റിമൂവ് ചെയ്യാറ്. അതെ, ഇല്ല, ടീമായിട്ടാണ് ചെയ്യുന്നത്.
ഇൻകം ടാക്സ് അസിസ്റ്റന്റ് ഡയറക്ടറെ കുറിച്ചാണ് പരിസ്ഥിതി അല്ല, നമ്മള് അവരെ മാത്രല്ല, നമ്മളും MLA, മേയർ, ഡെപ്യൂട്ടി മേയർ, അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർ, അങ്ങനെ ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ കോർപ്പറേഷന് നാളെ എന്തോ ഹരിത അവാർഡ് കിട്ടി. അപ്പൊ അതിനു വേണ്ടി ഗസ്റ്റുകൾ നാളെ തിരുവനന്തപുരം പോകുന്നതുകൊണ്ടാണ് അവരിതിൽ പങ്കെടുക്കാത്തത്. ബാക്കി ഒരുപാട് ആളുകൾ, ഒരു 10-25 ആളുകളുള്ള ലിസ്റ്റ് നമ്മളെ ഗസ്റ്റുകളായിട്ടുണ്ട്. ഈ കുറച്ച് ആളുകൾ ഇങ്ങനെ ഒരു ആബ്സെൻസ്, ഇങ്ങനെ എമർജൻസി ആയിട്ട് നാളെ ഒരു തിരുവനന്തപുരം പോകാന്നുള്ളതുകൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചു. എങ്ങനെ ആയുർജാക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 30 മരങ്ങൾ ഇപ്പം നന്നായി വളർന്ന് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ, അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ചെയ്തത്. നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മൾ അന്നദാന മണ്ഡപത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അകത്താണ് ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിലുള്ള മണ്ഡപത്തിനകത്ത് അന്നദാന മണ്ഡപം, അതിന്റെ ആ ഭാഗത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അവിടെ 30 ഇല്ല, അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ തെക്കോട്ടിറക്കത്തിന്റെ അപ്പുറം 2 സൈഡിലും വെച്ചിട്ടുണ്ട്. പിന്നെ ബിനിയുടെ ഓപ്പോസിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അവിടെയും 30-35 വളർന്നു നിൽക്കുന്നുണ്ട്.